ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സുഭഗമിന്റെ മറ്റൊരു വീഡിയോയുമായാണ്. ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു വീടുണ്ടാക്കുന്നതിന്റെ വീഡിയോ ആണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ഈ വീടിന്റെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടില്ല. പകരം ഞാൻ വേറൊരു വീട് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഇട്ടാന്ന് വിചാരിച്ച്. നമുക്ക് തടി വെച്ചൊരു വീടുണ്ടാക്കാം. ഇവിടെ ഇഷ്ടംപോലെ തടികളുണ്ട്. എനിക്ക് ഈ തടിയൊന്നും വേണ്ട, അലർജിയാണ്. ഡോക്ടർ പറഞ്ഞു തടി മുറിക്കൂല, ആ തടി മുറിക്കൂല, അതുകൊണ്ട് ഈ തടി മുറിക്കാം. ഞാൻ ആക്സ് ഉപയോഗിച്ചില്ല കേട്ടോ, സിനിമ മുറിഞ്ഞു വരാത്തോണ്ട്. അപ്പൊ ഞാൻ കുറച്ച് മരങ്ങളൊക്കെ തിരി മുറിച്ചോട്ടെ. അപ്പൊ നമുക്ക് 58 വുഡ് പീസസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് വേണം നമുക്കിനി വീടുണ്ടാകാനായിട്ട്. ഞാൻ ഇവിടെ മരം മുറിച്ചപ്പം എടുക്കാതെ വിട്ടുപോയ കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മരം മുറിക്കുന്ന ഫുള്ള് എടുക്കാത്തത്. ആരും ഒന്നും വിചാരിക്കല്ലേ, പാവപ്പെട്ടവനാണേ. പാവം പൂച്ചോട്ടിട്ട് അവിടെ നിന്നൊക്കെ വന്ന് എന്റെ വീട്ടിന്റെ അകത്തൊക്കെ പെട്ടുപോയി. ഇപ്പൊ അവിടെ കിടക്കട്ടെ, പേപ്പറിന്റെ രക്ഷപ്പെടാതെ മതി. അപ്പൊ നമുക്കിനി നമ്മുടെ എന്തിനാണ് നമ്മളെ പണി നമുക്ക് തുടങ്ങിയേക്കാം. വെളി പോയതിന് അകത്ത് കിടക്ക്. നമുക്കപ്പോ വീട് ചെയ്യാലോ, വീട് പണി ചെയ്യാലോ. നമുക്ക് എവിടെ വെക്കാം? ഇവിടെ വെക്കാല്ലേ. എന്തുവാടേ, നല്ലൊരു സ്പോട്ട് കിട്ടുന്നില്ല. നമുക്കിപ്പോ നിലവിലുള്ള വീടിന്റെ അടുത്തായി തന്നെ വെക്കാം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു കൊച്ചു വഴിയും കൂടെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ സെറ്റ് ആവും. നമുക്ക് ഇവിടെയാണ് എന്റെ മറ്റൊരു വീട് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തുവാ, നമുക്ക് ചുറ്റിനും വെച്ചൊന്ന് കെട്ടിക്കളയാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു വെച്ചു ഗായ്സ്. നമുക്ക് എന്നെയും തപ്പി വരുന്നുണ്ട്, ഓടി വാ. അതിന് മുമ്പ് നീ ചാമ്പലാണ്. ക്രീപ്പറിന്റെ കാര്യത്തിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ 2 പൂച്ച വന്ന് കയറിയത് കൊണ്ട്. പൂച്ച മാത്രല്ല, വേറെ എന്തേലൊക്കെ വന്ന് കയറി. കോഴിയുണ്ട്, ഒരു പശു നിൽക്കാനുണ്ട്. പശുവിനെ കാണാനില്ല. ആടൊക്കെ നിൽക്കണ്ടേ. അപ്പൊ നമുക്ക് തടി തികയൂലെന്നുള്ള കാര്യത്തിൽ എന്തായാലും ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഇടക്കിടക്ക് അമ്പ് വിണ്ണ ഒരുത്ത എന്നെ കിടന്ന് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിടന്ന് അടിക്കുന്നുണ്ട്. അവൻ കാണാതെ അവന്റെ ബേക്കിൽ കൂടെ പോകാനും ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്നെ പോലുള്ളവന്മാരെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു വിടേണ്ട വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഗായ്സ്. ദേവന്മാരൊട്ടും ശരിയല്ല. ഞാൻ എന്തിനാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഞാൻ എന്ത് ചെയ്യാനുള്ള അതുകൂടെ വെച്ചടച്ച്. ഇപ്പൊ തൃപ്തിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേറൊന്നുമല്ല, നമുക്ക് ഇനി ബാക്കിയും കൂടെ കെട്ടണം. ബാക്കിയും കൂടെ കെട്ടാനായിട്ട് നമുക്ക് ഇത് മുറിക്കണ്ട ഗായ്സ്. നമുക്ക് വേറെ എന്തെങ്കിലും കൊണ്ടൊന്നും, മറ്റേ വെള്ളത്തടി ഉണ്ടല്ലോ, വെള്ളത്തടി ദേ നിൽക്കുന്ന, നമുക്ക് അത് പോയി മുറിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് സെറ്റ് ആക്കാം. ആടേ
ആരുമില്ല. ചില പേടിപ്പിച്ച് കളഞ്ഞിട്ട്. ഇതാണ് നമ്മളെ ലില്ലി. അപ്പൊ ഗൈസ് നമുക്ക് 24 കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. നമുക്ക് നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാം ഗൈസ്. ഈ സോംബീസ് നിങ്ങൾക്ക് മതി. അപ്പൊ നേരം വെളുത്തിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ അല്ല ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് I know what I'm supposed to do. When you're crushing all my dreams and you're making me so full. I know what I'm supposed to do. അയ്യോ എന്ത് ചെയ്യാൻ പറ്റും? എന്തും ചെയ്യും. നമ്മളാണ് ഈ ഗെയിമിന്റെ ആൾക്കാർ. നമ്മൾ അപ്പുറത്തോട്ട് കൂടെ ആയിരിക്കുക. ഇവിടെ 5-6 ഗ്ലാസ് എടുത്ത് വെച്ചാൽ ഉണ്ടാക്കാൻ കടതി പോകണം. ഇവിടെ ഓട്ടാണ് കടക്കുന്നത്. ഇതിന്റെ അത്രയും കുത്തി വേറെ ഇവിടെ വെച്ചേക്കാൻ ഗ്ലാസ് ഇനി ഇതിന്റെ പറ നമുക്ക് ഇപ്പോൾ ടെയിലിടാനുള്ള സാധനങ്ങളൊന്നും ഞാൻ തിരിച്ചു വരും. കുഞ്ഞുങ്ങൾ പേടിച്ചു പോയി. You're sick of my madness. Don't you tell me what I'm supposed to do. Better off without me. Don't you tell me what I'm supposed to do. When I'm walking down the streets half naked. ടൈൽ ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ടൈലാക്കാൻ പോകുന്നത്. നമുക്ക് ഇത് ടൈലാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതും നമുക്ക് എന്താണ്, ഇതും കല്ലും വെച്ച് നമുക്ക് ടൈലാക്കാം. When you're crushing all my dreams and you're making me so full. I know what I'm supposed to do. തുറന്നു അതൊക്കെ ആയിട്ട് നമ്മുടെ വീട് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമ്മളെ ടൈല് ഡിസൈൻ ഒക്കെ എങ്ങനെയുണ്ട്? ഞാൻ പണ്ട് എന്റെ കഴിഞ്ഞ ജന്മത്തിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു കേട്ടോ. കണ്ട സത്യം മഴ പെയ്യുന്ന കണ്ട ചെയ്യാ. ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ. ഞാൻ കഴിഞ്ഞ ജന്മത്തിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. മഴ പെയ്തത് ഉണ്ടായത് അറിയില്ലേ? എന്തായാലും അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഞാൻ തൊപ്പിയൊന്നും വെച്ചിട്ടില്ലല്ലോ. എത്ര പൊക്കോട്ടൊന്നും. ഇതെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഡോർ ഉണ്ടാക്കണം, പിന്നെ ഗ്ലാസ് ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡ്. കോളുണ്ടോ സ്റ്റാൻഡ് നമ്മളെ കയ്യിൽ ഉണ്ടോന്ന് ഡൗട്ട് ഇല്ല. അപ്പൊ നമുക്ക് നേരമടുത്തല്ല മഴ നമുക്ക് സ്റ്റാൻഡ് എടുക്കാൻ പോകണം. പിന്നെ നമുക്ക് കുറച്ച് പിക്കാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അത്രയൊക്കെ താൽക്കാലികമായി പറയാനുള്ളൂ നിങ്ങളോട്. ഡോറൊരെണ്ണം ഉണ്ട്, എന്നാലേ ഒരു ഡോറ് പോയല്ലോ.
I know what I'm supposed to do. ഡോർ എങ്ങനെ വീണ്ടും ഉണ്ടാക്കും. ഇത് രണ്ടാണ് പറഞ്ഞത്. ഇത് രണ്ടോണം ഉണ്ടാവില്ല. അപ്പോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഡോറുണ്ട്. പിന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിങ്ങനെ കുറച്ചിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. വേണ്ട സ്റ്റെപ്പ് നാലൊന്നും വേണ്ട കേട്ടോ. 12 സ്റ്റെപ്പാണ് കൊള്ളാം. എങ്കിലും കാട്ടട്ടെ. നമുക്ക് 2 സ്റ്റെപ്പ് അല്ല 4 സ്റ്റെപ്പ് എടുക്കും. 4 സ്റ്റെപ്പിന്റെ ആവശ്യമേ കണ്ടത് മറ്റേ സാധനമുണ്ടല്ലോ. ഒന്ന് കിടന്നുറങ്ങാല്ലേ. സോംബിയോട് പറഞ്ഞാൽ പിന്നെ ശല്യം. നിങ്ങളേതോലും തോന്നുന്നില്ല, അത് കുഴപ്പമില്ല. ആ ഒരു സത്യം പറഞ്ഞതായിരുന്നു കേട്ട കുറ്റം. നമുക്കിനി മതിയാവില്ലല്ലേ ഗൈസ്? സത്യം ഇരിക്കട്ടെ, തൽക്കാലം നമുക്ക് വേണം. അപ്പൊ ഗൈസ് നമ്മൾ ഡോറും സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതിവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാന്നുള്ളത് മാത്രമേ നമുക്ക് പണി ഇനി ഉള്ളൂ. അതുകൊണ്ട് തന്നെ പലത് പേരും വിട്ട് വിളിക്കാറുണ്ട്. പിന്നെ അവൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. നമുക്ക് ഇവിടെയും കൂടി ഒരു ജനല് വെച്ച് കൊടുക്കാം. ജനലല്ല, ഒരു ഓട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കടലും തപ്പി പോണം. ഇതാണ് നമ്മളെ വീട്. നമ്മുടെ വീട് ഇത്രയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാം. നമുക്കിനി കടലും തപ്പി പോവാം. കുറച്ച് ഉമ്മീൻ കൈയിരിക്കട്ടെ. ചിലപ്പോ വിശന്നാലോ പറയാൻ പറ്റൂല. ഇത്ര ഉമ്മീൻ എവിടെ വന്നു എന്നായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ഡൗട്ട്. ഈ ഉമ്മീൻ വേറെ എവിടെ നിന്നുമല്ല. ഞാനിത് തുടങ്ങിയ സമയത്ത് ക്രിയേറ്റീവായ കുറച്ച് മീനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി ആദ്യമായിട്ട് പിടിച്ചതെന്നല്ല കേട്ടോ. ഞാൻ അത്രയും സദ്യയായി. നമുക്ക് സൂര്യാസ്തമയം കാണാൻ പോവണ്ട. നമുക്ക് നമ്മളും കൂടെ അവിടെ അസ്തമിക്കേണ്ടി. അപ്പോൾ രാത്രി ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊന്ന് പോയി കിടന്ന് ഉറങ്ങി നോക്കാം. നേരെ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോന്ന് ചെയ്യാൻ മണല് വരാൻ പോവാം. അയ്യോ, അപ്പൊ നമുക്ക് 43 സാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് ഫർണസ് ഇല്ല കേട്ടോ. നമുക്ക് ഓടിപ്പോയി ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തിട്ട് ഈ മണല് കത്തിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്ലാസ് ഉണ്ടാക്കാം. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ കയ്യില് കത്തിക്കാനല്ലോ ഉണ്ടാകുന്നോ നോക്കട്ടെ. നമ്മുടെ കയ്യില് കത്തിക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ 8 കോളാണുള്ളത്.
ഈ കോള് നമുക്ക് ആ വീട്ടിൽ ടോർച്ചാക്കാനും ഉപയോഗിക്കാമല്ലോ. നമുക്ക് ഈ തടികൾ വാരിക്കാൻ തടിക്ക് ഇവിടെ ക്ഷാമമില്ല. ക്ഷാമമെന്ന് വെച്ചാൽ പിന്നെന്താണ് ഞം ഞം ഞം. ചക്കരക്ക് പോയി ചക്കരക്ക് പോയി. ഗായ്സ്, ഞാൻ ഇതെന്തോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തൊരു ശബ്ദമാണെന്ന് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഞാൻ ഡോറ് തുറന്നു വാങ്ങിയിട്ടാണ് അത് കേൾക്കുന്നത്. കേൾക്കുന്നില്ല. അപ്പൊ നമുക്കിനി കുറച്ച് കല്ലുകളുടെ ആവശ്യമുണ്ട്. കാരണം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഫർണസ് നിലവിലില്ല. കുറച്ച് കല്ല് നമുക്ക് പൊട്ടിക്കാം ആ സമയത്തിന്. അപ്പൊ നമുക്കിതാ 3 കോളും കൂടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും പോക്കറ്റ് ഇട്ടേക്കാം. ആര് വരണത്? തത്തമ്മേ പൂച്ച പൂച്ച. ഇത് ഞാനല്ല, ഇത് ഞാനേ അല്ല. എനിക്ക് ആർക്ക് പേടി? എനിക്കൊരു പേടിയില്ല. അപ്പൊ ആരാ നേരായിട്ട് നോക്കിയാണ് പേടിയില്ല. ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിയ ഈ 7 കോളും പ്ലസ് 8 കോളും കൂടി 15 കോൾ കിട്ടിയിട്ടുണ്ട് മൊത്തം. നമ്മുടെ കയ്യിൽ ഇത്രയും ഇത് ഉണ്ടായിട്ടാണ് നമ്മൾ പോയി വീണ്ടും എടുത്തത് കേട്ടോ. ഇനി ഗ്ലാസ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം രാത്രിയായി. കിടന്നുറങ്ങാൻ. നമുക്ക് രാവിലെ ആകുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റ് ആവും. കൊള്ളാം. സത്യം പറഞ്ഞാൽ ഗൈസ്, നമ്മൾ കിടന്നുറങ്ങി നമ്മുടെ സമയം പോയി. ഇതിൻ്റെ അകത്ത് സമയം പോയിട്ടില്ല. നമ്മൾ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ കയ്യിൽ നിലവിലൊരു 43 എന്താണ് ഗ്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് തൽക്കാലം അത് വെച്ച് വീട് ഉണ്ടാക്കാം. നമുക്കിനി അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാല് മേൽക്കൂര പണിയണം. മേൽക്കൂരക്കിട്ടൊരു പണി കൊടുക്കാം കേട്ടോ. അയ്യോ, വീട്ടില്ലാത്തായി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല. നമ്മളുടെ മേൽക്കൂര നമുക്ക് കല്ല് വെച്ചുണ്ടാക്കാം. കല്ല് നമുക്ക് കല്ല് വെച്ചുണ്ടാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ചൂടെ ഭംഗിയായേക്കാം. കളർഫുൾ വീടല്ലേ. എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നു. പിന്നെ ആരും പറയാത്തതെന്ന് എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് ക്ഷീണമുള്ള എന്റെ മണ്ടേ കയറണല്ലേ, ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മേൽക്കൂര ഇട്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട് വീഡിയോ. അപ്പോൾ നമ്മുടെ വീടിന്റെ പണി ഇവിടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നിൽക്കാൻ പോവാണ്. ഇതിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് വെച്ച് ഒരു ചെറിയൊരു മാറ്റം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ഇവിടെ മാത്രമേ ഞാൻ കുറച്ച് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇത്തിരി വെറൈറ്റി ആകട്ടെ എന്ന് വിചാരിച്ചു. എന്റെ കയ്യിലുണ്ടായിരുന്ന കല്ല് തീർന്നു പോയോണ്ടൊന്നും അല്ല കേട്ടോ. രസം
അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.